ഹായ്, ഐറ്റ്നറിയുടെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മേഘമലയിലേക്ക് വന്നേക്കാണ്. മേഘമലയിൽ പോകുന്ന വഴിയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു അരുവിയും തേയിലത്തോട്ടം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അങ്ങനെ അധികം പേര് വരുന്ന സ്പോട്ടൊന്നുമല്ല, റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിലുണ്ടോ ഫുള്ള് തേയിലയാണ്. തേയിലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു അരുവിയും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്തായാലും മേഘമലയാണ്. നമ്മൾ 3-4 ദിവസത്തെ ട്രിപ്പായിരുന്നു. രാജപാളയം, ശിവകാശി, തേനി, മേഘമല അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടേക്കാണ്. ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടും റീൽസൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ 2 വീഡിയോ നമ്മൾ വൈഗൈ ഡാമും മേഘമലയാണ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ബാക്കി ആഴ്ചകളിലേക്ക് പോവാം. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു മേഘമല എന്ന് വരണമെന്ന്. കുറേ കേട്ടിട്ടുണ്ടെങ്കിലും തേനിയിലാണ് മേഘമല എന്നുള്ളത് വരെ ഈ ട്രിപ്പിലാണ് ഞങ്ങൾ നടന്നത്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൂടെ യാത്ര ഉള്ളത്. മുമ്പത്തെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടും അപ്പോൾ വൈഗൈ ഡാമും തേനിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ക്രൗഡ് പറഞ്ഞിട്ടുള്ള അധികം ഹ്യൂമൻ ഇൻവെൻഷൻസ് ഒന്നും നടക്കാത്ത സ്ഥലമാണ് ശരിക്കും പറയുക മേഘമല. റിസോർട്ടുകളോ ഹോട്ടലുകളോ കാര്യങ്ങളൊക്കെ വളരെ കുറവും. എന്നാൽ നല്ല ഗ്രാമീണ ഭംഗിയും പ്രകൃതി ഭംഗിയും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വഴി ഇതുപോലെ ഹെൽമെറ്റ് ഇല്ലാണ്ട് ട്രിപ്പിളൊക്കെ വെച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇത്രയും നന്നായി ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത വേറൊരു സ്ഥലം ഉണ്ടാവില്ല. അത്ര അടിപൊളി. അപ്പോൾ ഈ വഴി ഞങ്ങൾ 3 പേരും ഭയങ്കര ആസ്വദിച്ചിട്ടാണ് വണ്ടിയിലിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഗാനമേള വരെയുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ വീണ്ടും നല്ല അടിപൊളി കാഴ്ചകളൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ വണ്ടി മാക്സിമം സൈഡാക്കാൻ നോക്കി. നല്ലൊരു ഒഴിവുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്താണ്ടിരിക്കാൻ തോന്നിയില്ല ചേട്ടാ. അപ്പോൾ ഞങ്ങൾ വണ്ടി പെട്ടെന്ന് തന്നെ സൈഡാക്കിയിട്ട് ജസ്റ്റ് ഇതുവഴി ഇറങ്ങി ആ ഭാഗത്തേക്ക് എത്താൻ പറ്റും നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ പോകുന്ന വഴിയിലുണ്ടായതൊക്കെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. മേഘമലയിൽ വന്നിട്ട് എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഇന്ന ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ളൊരു ഇടമില്ല. പോകുന്ന വഴിക്ക് നമുക്ക് ഏത് ഭാഗമാണ് കണ്ട് ഇഷ്ടപ്പെടുന്നത് അവിടെ വണ്ടി നിർത്തി പതുക്കെ കണ്ട് ആസ്വദിച്ച് പോകാനുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാടും മേടക്കം കൊണ്ട് ചാടി ഇറങ്ങി ഈ താഴ്വാരത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത്. ചതുപ്പ് പോലത്തെ സ്ഥലമായിരുന്നത്. മഴക്കാലത്ത് വെള്ളം ഒഴുകുന്നൊരു പുഴയാണ് ഈ കാണുന്നത്. നമ്മളേതോ ചേറിൻ്റെ ഉള്ളതാണ്. അനാവശ്യമായിട്ട് ചില കാഴ്ചകൾ കാണാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി എൻ്റെ കാല് ചെടിയിലൊന്ന് പൂണ്ടുപോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ്. ആൻഡ് ഇവിടെ നിന്ന് നടക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ചേറും ചെടിയും അട്ടയാണ്. പക്ഷെ അങ്ങോട്ട് കിടന്ന ബാക്കിയുള്ള വ്യൂ സെറ്റായിരുന്നു. പക്ഷെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ അട്ടയ്ക്ക് പിന്നെ ഏത് കളർ ഉണ്ടാവാറ്? ചതുപ്പിൽ നിന്ന് കയറി നമ്മൾ തിരിച്ചു വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ കയറി മുഖവും കയ്യും കാലൊക്കെ കഴുകി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പം ഏകദേശം ഒരു 12 മണിയുടെ അടുത്തെത്തിയപ്പോഴാണ് നമ്മൾ മലയുടെ മുകളിലേക്ക്. വെയിൽ കുറവാണ്, മഴക്കാരും ഈ കാണുന്ന ഡാം മേഘമലയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഡാമിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രവേശനമാണ്. സെക്യൂരിറ്റി ഏരിയയാണ്. നമുക്ക് താഴെ നിന്ന് പോകുന്ന വഴി. പക്ഷേ ഈ ഡാമിന് പ്രത്യേക ഭംഗിയിലേക്ക് ചെറിയൊരു ഡാമാണെങ്കിലും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്. മേഘമല ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മുടെ ജയ് ഭീം സിനിമ, സൂര്യയുടെ ജയ് ഭീം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് മേഘമല എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് തമിഴും മലയാളമായിട്ടുള്ള ഒരുപാട് സിനിമകൾ മേഘമലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ തണുപ്പത്തേക്കൂടെ ഈ കാണുന്ന വഴികളിലൂടെ വണ്ടി ഓടിച്ച് പോയ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ റിസോർട്ടുകളോ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മേഘമല. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പെട്രോൾ പമ്പും ഇല്ല. പിന്നെ 1-2 ഹോട്ടൽ സ്റ്റേ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത് വരാൻ ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് ഹോട്ടൽ റൂംസ് എടുക്കുക എന്ന് പറയുന്നത് തീരെ ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കാനായാലും റെസ്റ്റോറൻറ്റ്സും കുറവാണ്.
ഇതുപോലെ മേഘമലയിലെ ഒരു പ്രധാനപ്പെട്ട സെൻ്ററായിട്ടുള്ള പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഫുഡ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. പക്ഷെ ഒരു നിലയ്ക്ക് ഈ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടൊരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മേഘമലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഹ്യൂമൻ ഇൻവെൻഷൻസ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള 2-3 സ്ഥലങ്ങളിലൊന്നാണ് മേഘമല, ഈ വാൽപ്പാറ പോലുള്ള സ്ഥലങ്ങളൊക്കെ. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മേഘമലയിലുള്ളൊരു തടാകമാണ്. ആ തടാകത്തിന് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോണത് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം മേഘമല ചെറിയ ടൗണിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട്. ആ പോകുന്ന വഴി മുഴുവൻ 2 സൈഡും തേയിലത്തോട്ടങ്ങളും ഇതുപോലുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് ആ തടാകം. ആ തടാകത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടാൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി കാറ്റൊക്കെ കൊണ്ട് ഇന്ന് തന്നെ റിട്ടേൺ പോകാനുള്ളൊരു പ്ലാനിലാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹോട്ടലും കാര്യങ്ങളും കുറവായതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കിവിടെ സ്റ്റേക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എത്രയൊക്കെ കിലോമീറ്റർ വണ്ടി ഓടിച്ചാലും ഓരോ വളവ് തിരിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും ഓരോ പുതിയ പുതിയ കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ ഈ മേഘമല സമ്മാനിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കിലോമീറ്റർ പോകുമ്പോഴും നമുക്ക് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വരികയായിരുന്നു. പിന്നെ തിരിച്ചു പോകാൻ തീരെ ആഗ്രഹമില്ലാത്തൊരു യാത്രയും കൂടിയായിരുന്നു മേഘമലയ്ക്ക്. പക്ഷേ തിരിച്ചു പോരേണ്ടൊരവസ്ഥയായതുകൊണ്ട് മാത്രം നമ്മൾ റിട്ടേൺ വന്നതാണ്. താഴേന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് നമ്മൾ ഈ ഹിൽ ടോപ്പിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ. അങ്ങനെ തടാകത്തിലെത്തി തടാകത്തിലേക്ക് ഇറങ്ങുന്നൊരു സ്ലോപ്പാണ് ഈ കാണുന്നത്. ഈ വഴി ഇറങ്ങി തടാകത്തിൽ കയ്യും മുഖമൊക്കെ കഴുകി ഒരുപാട് നേരം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കവേഴ്സും കാര്യങ്ങളും സ്വന്തം ബാഗിൽ തന്നെ ക്യാരി ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സ്ഥലത്ത് ഒട്ടും പൊല്യൂഷനോ അല്ലെങ്കിൽ വേറെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർ നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിന് സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പറഞ്ഞതുപോലെ മേഘമലയിൽ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ പെട്രോളിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ്. നേരത്തെ പറഞ്ഞ മേഘമലയിലുള്ള ചെറിയ ടൗണിൽ ഉള്ള പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നിട്ടുള്ള ക്യാൻറ്റീനിൽ നിന്ന് നമ്മളൊരു ചൂട് ചായ പറഞ്ഞു. ഇവിടെ ഇരുന്ന് കുടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല ആംബിയൻസ് തന്നെയായിരുന്നു. അവിടെ നിന്ന് ശേഷം നമ്മളൊരു 5 മണിയോട് കൂടി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നല്ല മഴക്കാരും മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ആദ്യം മഴക്കാർ വന്ന് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നുണ്ടെങ്കിലും പക്ഷേ ആ മഴയത്ത് കൂടെ വണ്ടി ഓടിക്കൊരു പ്രത്യേക രസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചു തുടങ്ങി. കുറച്ച് ദൂരം കണ്ട് പിന്നിട്ടപ്പോൾ തന്നെ നല്ലോണം കോട മൂടി തുടങ്ങി. തീരെ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഗായ്സ്, നമ്മൾ കാടിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞാണ്, മഴയും. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. മേഘമലയിൽ പെട്രോൾ പമ്പില്ല, ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടിയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം പെട്രോൾ ഊറ്റിയിട്ട് താഴെ എത്താന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും തള്ളിയിട്ടായാലും താഴെ എത്തിക്കാം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ അറിയില്ല, ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കണ്ടു തുടങ്ങിയത്. എന്നാലും ഒരുവിധം മഞ്ഞാണ്. മഞ്ഞും തണുപ്പും മഴയൊക്കെ കൊണ്ട് വണ്ടി ഓടിച്ച് നമ്മൾ വീണ്ടും മലയിറങ്ങാണ്. തൊട്ടടുത്തുള്ള വണ്ടിയിൽ നമ്മൾ കുറച്ച് പെട്രോൾ ഊറ്റിയെടുത്തിട്ടാണ് വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ചിറങ്ങണത്. പക്ഷേ അതായിരുന്നു ഈ യാത്രയിലെ ഏറ്റവും അടിപൊളി മൊമെന്റ് പറയണത്. നമ്മൾ മുകളിൽ ഒരു ബ്ലാക്കിന് പെട്രോൾ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. മാക്സിമം താഴെ തന്നെ ഫുൾ ടൈം പെട്രോൾ അടിച്ച് കയറുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ബാക്കി വീഡിയോസ് കൂടി കാണാൻ ശ്രമിച്ചോളൂ കേട്ടോ.